ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ എളനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ത്രിദിന പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഡിസംബർ 18, 20, 21 തീയതികളിലായാണ് പാലിയേറ്റീവ് കെയർ ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വീടുകളിൽ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും അവജ്ഞയോടെ പുച്ഛയോടുകൂടി നോക്കി നിൽക്കുന്ന സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അത് നിങ്ങളെ അംഗീകരിക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളെ ഒരിക്കലെങ്കിലും കാണാൻ മനസ്സ് കാണിക്കാത്തവരാണ് നമ്മളൊക്കെ. നമുക്കതൊക്കെ പുച്ഛത്തോടെയാണ് നമ്മൾ അത്തരം രോഗികളെ, വയോവൃദ്ധന്മാരെ, വൃദ്ധകളെ ഒക്കെ നമ്മൾ കാണുന്നത്. അവരെല്ലാവർക്കും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. സമൂഹത്തിൽ അവരെ ആരും സഹായിക്കാനില്ല. കുടുംബത്തിൽ സമ്പത്ത് ഉണ്ടെങ്കിൽ പോലും മക്കളൊക്കെ ദുബായിൽ അതുപോലെയുള്ള ആളുകളെ ആരെങ്കിലും ഒരു ഹോംനേഴ്സിനെ നിർത്തി പരിചരിക്കുന്ന ഒരു വഴിപാടായി നമ്മുടെ രക്ഷിതാക്കളൊക്കെ മാറുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പരിചയപ്പെടാനും കൂടിയുള്ള ഒരു അവസരം ആണ് നിങ്ങൾക്ക് സത്യത്തിൽ ഇതുകൊണ്ട് മനസ്സിലാവും. സാധാരണഗതിയിൽ നമ്മുടെ പൊതുപ്രവർത്തകരൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കരുണാർത്ഥമായ മനസ്സോടുകൂടി സമീപിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. ഇതിപ്പോൾ സർക്കാർ ഏജൻസി നടത്തുന്ന പരിപാടി പോലെ ആയി മാറുകയാണ്. ഇപ്പോൾ നേരത്തെ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഡോക്ടർ പറഞ്ഞപ്പോൾ പല കാര്യങ്ങളിലും വലിയ സന്തോഷം തോന്നിയെങ്കിലും ഞാനപ്പോൾ എൻ്റെ അയൽവക്കത്തുണ്ടായ ഒരു സംഭവം ഞാൻ എങ്ങനെ ആലോചിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. സിസ്റ്റർ എത്തുന്നതിനേക്കാൾ മുമ്പ് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് അന്വേഷിച്ച് കറക്റ്റായിട്ട് ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിക്കുകയും മറ്റു ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കുറച്ചുകൂടി അവരുടെ പരിചരണത്തിലുള്ള ശ്രദ്ധ കൂടുതൽ ഈസിയാക്കാനായിട്ട് പറ്റും. അതുപോലെ മറ്റ് ആനുകൂല്യങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾക്കും നമുക്ക് മുന്നിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് പ്രതിഫലമൊന്നും വീക്ഷിക്കാതെ തന്നെ മുൻകൈയെടുത്ത് വന്നാൽ നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള ഇനിയും നിങ്ങളെ പോലെ നിങ്ങളെ മാതൃകയാക്കി മറ്റുള്ളവരും മുന്നോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യശോദ, കെ എം അസീസ്, എസ് സുജ, രാധാ രവീന്ദ്രൻ, എളനാട് കുടുംബാരോഗ്യ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോപി CL, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് ബി പ്രവീൺ കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 3 ദിവസങ്ങളിലായി ക്ലാസ് എടുക്കുന്നത് പാലിയേറ്റീവ് കെയർ പരിശീലകനും യോഗ അധ്യാപകനും കലാകാരനുമായ ബാലരാമൻ മാസ്റ്റർ, പാഞ്ഞാൾ പഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ നഴ്സ് കെ മോഹന എന്നിവരാണ്. അതായത് നമുക്ക് ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് കെയർ അല്ല. എപ്പോഴാണ് പാലിയേറ്റീവ് കെയർ ആവശ്യം വരുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ പറയും ഇനി ഒന്നും ചെയ്യാനില്ല, പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് മതി. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ആവശ്യവും സർവീസും അവിടെ കൊടുക്കുന്നത്. അപ്പം ഒരിക്കലും നമുക്ക് ഒരു തിയേറ്റർ ബേസ്ഡ് കെയറോ അല്ലെങ്കിൽ ഒരു IPO OPO അവിടെ നടക്കുന്നത് പോലെ ഒരു കാര്യമല്ല നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്യേണ്ടത്. നല്ല ക്ഷമ. CCV ന്യൂസ്, പഴയന്നൂർ.